ഗായ്സ്, ധന്യ അച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പുട്ടും മുട്ട റോസ്റ്റും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായ മുട്ട നമ്മളിവിടെ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമ്മളത് പുഴുങ്ങിയെടുക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട്. ആ റവ നന്നായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളുടെ പുട്ടിനാവശ്യമായ വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. റവ ആയത് കാരണം നമുക്ക് വെള്ളം തളിച്ച് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പുട്ടുണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ മുട്ടയും അതുപോലെ തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പുട്ടും ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമുക്കിവിടെ കറക്റ്റ് തക്കാളി എല്ലാം ഉടഞ്ഞ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം എല്ലാം മാറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അത് കാരണം ജസ്റ്റ് നോക്കിയിട്ട് വേണമെന്നാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ട നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കതൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് കറി വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പുട്ടും നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.